നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ വീണ്ടും മലയാളി കൊലപാതകം. ന്യൂജേഴ്സിയിലെ പരാമസിൽ മലയാളിയായ 61-കാരനായ മാനുവൽ തോമസിനെയാണ് മകൻ മെൽവിൻ തോമസ് കുത്തിക്കൊലപ്പെടുത്തിയത്. 32-കാരനായ മെൽവിൻ പോലീസിനെ വിളിച്ച് കുറ്റസമ്മതം നടത്തി കീഴടങ്ങുകയായിരുന്നു. മെൽവിൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഫെബ്രുവരി 14 വെള്ളിയാഴ്ചയാണ് മെൽവിൻ കൊലപാതകം നടത്തിയത്. കൃത്യത്തിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മെൽവിൻ 2 ദിവസത്തിനു ശേഷമാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസ് വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ മാനുവലിന്റെ മൃതദേഹം ബേസ്മെന്റിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഒന്നിലധികം കുത്തുകളേറ്റ നിലയിലായിരുന്നു മൃതദേഹം. മാനുവലിന്റെ ഭാര്യ ലിസ 2021 മരിച്ചിരുന്നു. അവിവാഹിതനും തൊഴിൽ രഹിതനുമായ പ്രതിയെ ബറോ പോലീസ് പ്രോസിക്യൂട്ടറുടെ മേജർ ക്രൈംസ് യൂണിറ്റിന് കൈമാറി. ഫെബ്രുവരി 14 കൊലപാതകം നടന്നെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാനുവലിന്റെ മൃതദേഹം 2 ദിവസമാണ് വീട്ടിൽ അനാഥമായി കിടന്നത്. മനുഷ്യ ശരീരം അവഹേളിച്ചതിനും നിയമവിരുദ്ധമായ ആവശ്യത്തിനായി ആയുധം കൈവശം വച്ചതിനും കുറ്റങ്ങൾ ചുമത്തി. കൊലപാതകവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. യുഎസിലെ കാലിഫോർണിയയിലെ സാൻ മാറ്റോയിൽ കൊല്ലം സ്വദേശികളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലിസിനെ വെടിവെച്ച് കൊലപ്പെടുത്തി സ്വയം ജീവനൊടുക്കിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇരട്ട കുട്ടികളെ മരിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. കുട്ടികളുടെ മരണം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല. ക്രൂരമായ കൃത്യത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘമെന്ന് സാൻ മാറ്റിയോ പോലീസ് പറഞ്ഞു. കുടുംബ വഴക്ക്, സാമ്പത്തിക പ്രതിസന്ധി എന്നീ സാധ്യതകളിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 2016 വിവാഹമോചനത്തിന് അപേക്ഷിച്ചെങ്കിലും തുടർ നടപടികളിലേക്ക് ദമ്പതികൾ കടന്നിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. അതിനുശേഷമാണ് ഇരട്ട കുട്ടികൾ ജനിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. മാതൃകാ ദമ്പതികളെ പോലെയാണ് ഇവർ പെരുമാറിയതെന്നാണ് സമീപവാസികൾ പോലീസിന് നൽകിയ മൊഴി. 2020 കോടികൾ വിലയുള്ള വലിയ വീട് സ്വന്തമാക്കിയ ദമ്പതികൾ സാൻ മാറ്റോയിലേക്ക് മാറിയത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന ആനന്ദ് 8 വർഷത്തോളം ഗൂഗിളിലും 1 വർഷത്തോളം മെറ്റയിലും ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിലാണ് സ്വന്തം നിലയിൽ ലോജിസ്റ്റിക്സ് എന്ന പേരിൽ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ് സ്ഥാപനം തുടങ്ങിയത്. അടുത്തിടെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് പ്രവർത്തിച്ചിരുന്നില്ല. ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ബ്രിട്ടനിൽ മക്കൾക്ക് വിഷം നൽകി ആത്മഹത്യക്ക് ശ്രമിച്ച മലയാളി യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 38-കാരിയായ നഴ്സി ജിലുമോൾ ജോർജാണ് മക്കൾക്ക് വിഷം നൽകിയ ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചത്. കുട്ടികളുടെ ശരീരത്തിൽ ജിലു വിഷാംശമുള്ള രാസവസ്തു കുത്തിവെക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഗുരുതരാവസ്ഥയിലായ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കുട്ടികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതായാണ് സൂചന. കൊലപാതക ശ്രമത്തിനും ആത്മഹത്യാ ശ്രമത്തിനും യുവതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ബ്രൈറ്റൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ കോടതി റിമാൻഡ് ചെയ്തു. മാർച്ച് 8 വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പുറം നാട്ടിലേക്ക് ചേക്കേറുന്ന മലയാളികൾക്ക് സംഭവിക്കുന്ന ദുരന്തം അക്ഷരാർത്ഥത്തിൽ ഏവരെയും ഞെട്ടിക്കുന്നതാണ്. അടിയന്തര സന്ദേശം എത്തിയതിനെ തുടർന്ന് ആംബുലൻസ് എത്തി ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. അതിരക്ഷാ ദൌത്യം ആവശ്യമാണെന്ന് ബോധ്യമായ പോലീസ് വീടിന്റെ വാതിൽ തകർത്താണ് അകത്ത് കയറിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർ താമസിച്ചിരുന്ന പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.